നമ്മൾ മാവേലിക്കരയിലേക്ക് പോവുകയാണ്. നേരത്തെ നമ്മൾ കഴിഞ്ഞ സർവേയിൽ മാവേലിക്കര MLA പോപ്പുലാരിറ്റിയെ കുറിച്ചൊക്കെ പറഞ്ഞിരുന്നു. മാവേലിക്കരയിൽ MS അരുൺകുമാറിനെ നേരിടാൻ മുത്താര രാജിനെയാണ് UDF ഇറക്കിയിരിക്കുന്നത്. അജിമോൻ NDA സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു. മാവേലിക്കരയിൽ എന്തെങ്കിലും അത്ഭുതത്തിന് സ്കോപ്പുണ്ടോ? എന്താണ് മാവേലിക്കരയുടെ ചിത്രം? വരട്ടെ സ്ക്രീനിൽ. ഇല്ല, മാറ്റമൊന്നുമില്ല. LDF 53.61, 24.53% വ്യത്യാസത്തിൽ ഹ്യൂജ് മാർജിൻ, വളരെ വലിയ മാർജിനാണ്. 24.53 എന്ന് പറയുന്നത് വലിയ മാർജിനാണ്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ തവണ 1 ലക്ഷത്തിലധികം ഭൂരിപക്ഷത്തിന് 24,717 വോട്ടിനാണ് കഴിഞ്ഞ തവണ. അതിലും ഉയരാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ 5 വർഷം എടുത്ത നല്ല പണിക്ക് കിട്ടുന്ന റിവാർഡാണ്. അത് മാത്രമല്ല, കഴിഞ്ഞ വർഷത്തെ സ്ഥാനാർത്ഥി KK ഷാജു ആയിരുന്നു. അദ്ദേഹം പരിചിതനായിരുന്നു, പഴയ പന്തളം MLA ആയിരുന്നു. ഇപ്പോൾ KK ഷാജു അരുൺകുമാറിന് വേണ്ടി വോട്ട് പിടിക്കുകയാണ്. അദ്ദേഹം CPM-ന്റെ ആലപ്പുഴ ജില്ലാ കമ്മിറ്റി അംഗമാണ്. അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ വോട്ടുകളും അദ്ദേഹത്തിന്റെ സ്വാധീനം, JSS ബന്ധങ്ങൾ, അങ്ങനെ കുറേയധികം ഫാക്ടേഴ്സ് ആലപ്പുഴയെ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്, മാവേലിക്കരെ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഒരു പുതിയ സ്ഥാനാർത്ഥിയാണ് അവിടെ, ഒരു പരീക്ഷണം നടത്തുകയാണ് UDF. അവിടെ മുത്താര രാജനെ കുറിച്ച് നല്ല അഭിപ്രായമാണ്. മുത്താര രാജിനെ പറ്റി നല്ല അഭിപ്രായമാണെന്ന് പറയുമ്പോഴും മാതൃഭൂമിയുടെ മൂഡ് ഓഫ് ദ സ്റ്റേറ്റിലെ 2ാമത്തെ MLA ആണ്. ഏറ്റവും ഉയർന്ന മാർക്ക് നേടി അവിടുത്തെ മുഖ്യമന്ത്രിക്ക് തൊട്ട് താഴെ ഹേറ്റേഴ്സ് ഇല്ലാത്ത നടന്നൊക്കെ നമ്മൾ പറയുന്നത് ഹേറ്റേഴ്സ് ഇല്ലാത്തൊരു MLA ആണ് MS അരുൺകുമാർ. അപ്പോൾ അദ്ദേഹത്തിന്റെ ജനകീയതയ്ക്കും കൂടി വോട്ടുണ്ട്. അവിടുത്തെ സ്ത്രീകൾ, അമ്മമാർക്കിടയിൽ അദ്ദേഹത്തിന് വലിയ സ്വാധീനമുണ്ട്. നമ്മൾ അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയയിൽ റീൽസ് ഒക്കെ കണ്ടുകഴിഞ്ഞാൽ കാണുന്നതാണ്. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് ഹേറ്റേഴ്സ് ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഗുണകരമായ. മാവേലിക്കരയിൽ ഹ്യൂജ് മാർജിൻ, 24.53 എഡ്ജ്. അതിനെ എഡ്ജ് എന്നല്ല പറയേണ്ടത്, ഒരു വലിയ മേൽക്കൈ ഉണ്ട്. 24.53 മേൽക്കൈ ഉണ്ട് MS അരുൺകുമാറിന് മാവേലിക്കരയിൽ. അത് ഒരു വലിയ മുന്നേറ്റത്തിന്റെ സൂചനയുമാണ്.